കേന്ദ്ര വന നിയമം മനസ്സിലായില്ലെന്ന് സംബന്ധിച്ച് സംസ്ഥാന വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ. ആക്രമണകാരികളായ മൃഗങ്ങളെ വെടിവെക്കാമെന്നുള്ള കേന്ദ്ര നിയമം വ്യക്തമായില്ല എന്നാണ് മന്ത്രിയുടെ വിശദീകരണം. ഈ വിഷയത്തിൽ വ്യക്തമായ നിർവചനം വേണമെന്നാവശ്യപ്പെട്ട എ.കെ. ശശീന്ദ്രൻ കേന്ദ്ര വനമന്ത്രിക്ക് കത്തയക്കുകയും ചെയ്തു. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യം കത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രശാന്ത്, ആദ്യം മുതൽ തന്നെ കേന്ദ്ര നിയമങ്ങളാണ് ഇത്തരത്തിൽ ആക്രമണകാരികളായ വന്യമൃഗങ്ങളെ അല്ലെങ്കിൽ വന്യമൃഗങ്ങളെ തുരത്താൻ കഴിയാതെ വരുന്നതിൻ്റെ പ്രധാന പ്രശ്നമെന്നായിരുന്നു എ.കെ. ശശീന്ദ്രൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിൽ കൃത്യമായി മന്ത്രിക്ക് തെറ്റുപറ്റി എന്ന് മന്ത്രി പറയുകയാണ്. കാരണം ഈ ഒരു വിഷയത്തിൽ വ്യക്തത തനിക്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ അത് വ്യക്തമായിട്ടില്ല എന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുന്നു വനം മന്ത്രി, അല്ലേ? സംസ്ഥാനത്ത് ഈ വന്യജീവി ആക്രമണങ്ങൾ പെരുകുന്ന സാഹചര്യമാണ് നിലവിൽ ഒരു 5 മാസത്തോളമായിട്ട് തുടർച്ചയായിട്ടുണ്ടാകുന്നത്. നിരവധി കേസുകൾ നിരവധി സ്ഥലങ്ങളിൽ വിവിധ ജില്ലകളിലായി നിരവധി കേസുകളാണ് പ്രതിദിനം റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും സംസ്ഥാനത്തെ വനം വകുപ്പും അതോടൊപ്പം തന്നെ വനം മന്ത്രിക്കും എന്ത് ചെയ്യണമെന്നറിയാത്തൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. പലപ്പോഴും യോഗങ്ങൾ സംഘടിപ്പിക്കാമെന്ന് പറയുന്നതല്ലാതെ കൃത്യമായ രീതിയിൽ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നതിനെ കുറിച്ച് കാര്യമായ നടപടികളോ അല്ലെങ്കിൽ അതിന് വേണ്ട പദ്ധതികളോ പോലും ആസൂത്രണം ചെയ്യാൻ കഴിഞ്ഞതുമില്ല. അതിനിടയിലാണ് ഇപ്പോൾ ഇത് കേന്ദ്ര നിയമത്തിന്റെ പാകപ്പിഴയാണെന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര നിയമത്തെ പഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പലപ്പോഴും ഇത് കേന്ദ്ര നിയമത്തിന്റെ പഴിച്ചുകൊണ്ടാണ് ഈ സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ വനമന്ത്രി അടക്കമുള്ളവർ രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നത്. സമാനമായ സാഹചര്യം തന്നെയാണ് ഇവിടെയും എടുത്തു പറയേണ്ടത്. അതായത് ഇപ്പോൾ കേന്ദ്ര വന്യജീവി മന്ത്രിക്ക് ഒരു കത്ത് അയച്ചിരിക്കുകയാണ്. ആ കത്തിലൂടെയാണ് ഇപ്പോൾ ഈ കത്തിലൂടെയാണ് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലുള്ള ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടില്ല എന്നത് ഇപ്പോൾ വനം മന്ത്രി തന്നെ തുറന്നു പറയുന്നത്. അതായത് ഈ ആക്രമണകാരികളായിട്ടുള്ള മൃഗത്തെ കൊല്ലാമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ നിയമത്തിലുണ്ട്. അപ്പോൾ ആ ആക്രമണകാരികളായിട്ടുള്ള മൃഗം ഏതാണ് എന്നതിന് കൃത്യമായൊരു വ്യക്തത തങ്ങൾക്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല എന്നതാണ് ഈ വനം മന്ത്രി പറയുന്നത്. ഇനി വനം മന്ത്രിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതി കൊടുക്കേണ്ടി വരുമോ എന്നതാണ്, അല്ലെങ്കിൽ നിയമത്തെ മാറ്റി കൊടുക്കേണ്ടി വരുമോ എന്നതാണ് ഇപ്പോൾ നമുക്ക് സംശയമായിട്ട് വരുന്നത്. നേരത്തെയും പലതവണ ഇതുമായി ബന്ധപ്പെട്ട കത്തുകൾ അയച്ചിട്ടുണ്ടെങ്കിലും തുടർന്നും അതിന് കൃത്യമായിട്ടൊരു മറുപടി കേന്ദ്രം നൽകിയിട്ടുണ്ട്. ആ കേന്ദ്രം കൃത്യമായ രീതിയിൽ മറുപടി നൽകുകയും മാത്രമല്ല കാട്ടുപന്നി അടക്കമുള്ള ക്ഷുദ്രജീവികളെ ഇല്ലാതാക്കുവാൻ ഈ ചീഫ് വൈൽഡ് വാർഡന് അധികാരമുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തെങ്കിൽ പോലും ഇപ്പോഴും അതിൽ ഒരു വ്യക്തതയില്ല എന്ന നിലയിലാണ് ഇപ്പോൾ ഈ സംസ്ഥാനത്തെ വനം മന്ത്രിയുടെ ഈ കത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തന്നെയാണ് ആ കത്തിലൂടെ സൂചിപ്പിക്കുകയും ചെയ്തത്. ഇന്നാണ് ഇത്തരത്തിലൊരു കത്ത് കേന്ദ്ര വന്യജീവി വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ അയച്ചത്. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരണമെന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ ഉന്നയിക്കുകയും ചെയ്തു. ആ കൂട്ടത്തിലാണ് ഇത്തരത്തിൽ ആക്രമണകാരികളായിട്ടുള്ള മൃഗം എന്നതും മന്ത്രിക്ക് വ്യക്തമല്ല എന്നത് കൂടി അറിയിക്കുന്നത്. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നൊരു ആവശ്യം കൂടി ഈ കത്തിലൂടെ മന്ത്രി ആവർത്തിക്കുകയും ചെയ്യുന്നു. നേരത്തെയും സമാനമായ രീതിയിൽ കത്തുകൾ അയച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനെല്ലാം കൃത്യമായ രീതിയിൽ ഉത്തരം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും മന്ത്രിക്ക് ഈ വിഷയങ്ങളൊന്നും കൃത്യമായി വ്യക്തത വരുന്നതുമില്ല. മാത്രമല്ല പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. വയനാടായാലും ശരി, പാലക്കാട് ജില്ലയുടെ മലയോര മേഖലകളായാലും ശരി, ഈ സ്ഥലങ്ങളിലെല്ലാം വന്യജീവി ആക്രമണങ്ങൾ വരികയും കാട്ടുപന്നിയുടെ ആക്രമണങ്ങൾ പെയ്യുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് എങ്ങനെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാം, അല്ലെങ്കിൽ എങ്ങനെ ഈ വിഷയത്തിൽ നിന്ന് തടിയിടാം എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി എന്തായാലും അതിലൊരു വ്യക്തത വന്നിരിക്കുകയാണ്. കാരണം വനം മന്ത്രിക്ക് മനസ്സിലാക്കാത്തതാണ് അത് എന്ന് വനം മന്ത്രി തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്.